അപ്പോൾ നമുക്ക് ഈ ഓണത്തിനുള്ള ഭക്ഷ്യ കിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം നാളെ മുതലാണ്. അപ്പോൾ നമുക്ക് ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ സപ്ലൈക്കോടെ കിറ്റ് ഇതാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് നല്ലൊരു ഒരു ബോക്സ്, നല്ലൊരു കവറിനകത്ത് ഇട്ട് തന്നേക്കുന്ന സാധനമാണ്. കൂടാതെ ഇതിനകത്ത് പുറത്ത് ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്താത്തൊരു സാധനമല്ലേ, എണ്ണ. അപ്പോൾ ഒരു എണ്ണയും കൂടി അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കിറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഈ പ്രാവശ്യത്തെ ഓണ കിറ്റ് നല്ല സപ്ലൈക്കോടെ നല്ലൊരു കിറ്റിനകത്താണ് തന്നേക്കുന്നത്. അപ്പം ആദ്യം തന്നെ കിറ്റിന് പുറത്തുള്ളൊരു സാധനമാണ് 1/2 കിലോഗ്രാമിൻ്റെ ഒരു വെളിച്ചെണ്ണ. അത് കേരാജം എന്ന് പറയുന്ന ഒരു കോക്കനട്ട് ഓയിലാണ്. ഇതാണ് 1/2 ലിറ്ററിൻ്റെയാണ് ഒന്ന്. അപ്പോൾ ഇത് ഒരു ഐറ്റമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു സേമിയയുടെ പായസം മിക്സാണ്. സേമിയ പായസം മിക്സ്. അത് ഏകദേശം വില ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 60 രൂപ വില വരുന്ന ഒരു സാധനമാണ്, ഒരു പായസം മിക്സാണ്. പക്ഷേ ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയുടെ വില കൊടുത്തിട്ടില്ല. ഇത് എന്തിനായാലും ഒരു 70 രൂപയ്ക്ക് മുകളിൽ അതും വരും. ഓക്കെ, അപ്പം 2 ഐറ്റം ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ചില്ലിപ്പൊടി മുളക് പൊടി വന്നിട്ടുണ്ട്. സപ്ലൈക്കോടെ തന്നെ ഒരു ശബരിയുടെ മുളക് പൊടിയാണ്. ഏകദേശം 27 രൂപ വില വരുന്ന മുളക് പൊടി. അപ്പം 3 ഐറ്റമായി. ഇത് കൂടാതെ അടുത്തതായിട്ട് വരുന്നത് ചെറുപയർ ഏകദേശം 1/2 കിലോയുടെ ഒരു ചെറുപയറുണ്ട്. നല്ല പാക്കിംഗ് ഒക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെയാണ്, നല്ല ഐറ്റമാണ്. അപ്പം 4 ഐറ്റമായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അഞ്ചാമതായിട്ട് ഒരു സാമ്പാർ പൊടി. ഇതാണ് 100 ഗ്രാമിൻ്റെ ഒരു സാമ്പാർ പൊടി വന്നിട്ടുണ്ട്. ഏകദേശം 49 രൂപ വില വരുന്ന ഒരു സാമ്പാർ പൊടിയാണ് ഈ ഒരു കിറ്റിലുള്ളത്. ശബരിയുടെ തന്നെ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഏകദേശം 5 ഐറ്റമായി. ഇത് കൂടാതെ 6ാമത്തെ ഐറ്റമായിട്ട് തുവരപ്പരിപ്പ് ഏകദേശം 1/4 കിലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ 7, 1, 2, 3, 4, 5, 6 ഐറ്റം ആയിട്ടുണ്ട്. 7ാമതായിട്ട് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. ഏകദേശം 100 ഗ്രാമിൻ്റെ ഒരു മല്ലിപ്പൊടി. ഇതിന് ഏകദേശം 20 രൂപ വില വരുന്ന ഒരു മല്ലിപ്പൊടിയാണ്. ഇത് കൂടാതെ 8ാമതായിട്ട് ടർമറിക് പൗഡർ, അത് മഞ്ഞൾപ്പൊടിയും ഏകദേശം 100 ഗ്രാമിൻ്റെയാണ്. 37 രൂപ വില വരുന്ന ഒരു ശബരിയുടെ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. 9ാമതായിട്ട് കശുവണ്ടി വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ഏകദേശം 50 രൂപ വില വരുന്ന കാഷ്യൂ നട്ട്സ്, 55 രൂപ വില വരുന്ന 50 ഗ്രാം കാഷ്യൂ നട്ട്സാണ് കിറ്റിൽ ഉള്ളത്. ഇത് കൂടാതെ തേയിലപ്പൊടി 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. 100 ഗ്രാമിൻ്റെ ശബരിയുടെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകമായിട്ട് ക്ഷമിക്കണം, സപ്ലൈക്കോഡ് തന്നെയാണ്. വേറെ ഒന്നും കിറ്റിൽ ഇതിനകത്ത് ബ്രാൻഡ് ഒന്നും കൊടുത്തിട്ടില്ല. സപ്ലൈക്കോഡ് തന്നെയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പരിപ്പല്ലേ, ഇത് കറിപ്പരിപ്പ്, തുവരപ്പരിപ്പ് എന്നൊക്കെ പറയും. ഇത് സാധാ പരിപ്പാണ്, പറഞ്ഞ മാറിപ്പോയായിരുന്നു. ഇത് സാധാ പരിപ്പാണ്. ഇതാണ് തുവരപ്പരിപ്പ്. ഇതും ഏകദേശം 1/4 കിലോ അടുത്ത് ഉള്ള ഒരു തുവരപ്പരിപ്പാണ് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അകത്ത് മോശമൊന്നുമില്ല, നല്ല സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മിൽമയുടെ നെയ്യ് ഏകദേശം 50 ഗ്രാമാണെന്ന് തോന്നുന്നു. 50 ഗ്രാമിൻ്റെ ഒരു നെയ്യ് പാക്കറ്റ് വെച്ചിട്ടുണ്ട്. 50 മില്ലിയുടെ ഒരു ഏകദേശം 45 ഗ്രാം വരുന്നുണ്ട്. 45 ഗ്രാമിന് മുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഒരെണ്ണമുണ്ട്. അടുത്തായിട്ട് അവസാനമായിട്ട് ഉള്ളതാണ് ഒരു പാക്കറ്റ് ഉപ്പ്, അയോഡൈസ്ഡ് സോൾട്ട്. പ്രീമിയം ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സാഗർ ശുദ്ധ് എന്ന് പറയുന്ന ഒരു അയോഡൈസ്ഡ് സോൾട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ഏകദേശം 19 രൂപ വില വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാനായിട്ടുള്ള സപ്ലൈക്കോടെ ഒരു കിറ്റ്. ഈ കിറ്റ് ഉൾപ്പെടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഇനം സാധനങ്ങൾ ഈ ഒരു ഭക്ഷ്യക്കിറ്റിൽ, ഈ പ്രാവശ്യത്തെ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റ് നേരത്തെ വിതരണം അല്ലേ, പറഞ്ഞതിലും നേരത്തെ ഈ പ്രാവശ്യം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുകയാണ്. അപ്പം ഭക്ഷ്യക്കിറ്റിലെ സാധനങ്ങൾ ഇത്രയാണ്. ഇത് നമുക്ക് നമ്മുടെ ഇവിടെയുള്ളൊരു റേഷൻ കടയിൽ ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പം അവരെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് കാണിക്കാനുള്ളൊരു അവസരം അവർ തന്നതാണ്. ആ ഒരു കസ്റ്റമർ നമുക്ക് തന്നേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കാണിച്ചു കാണോ.
അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഭക്ഷ്യക്കിറ്റ് അത് മഞ്ഞ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ വയനാട് ദുരിത മേഖലയിൽ താമസിക്കുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കൂടാതെ തന്നെ NBI അതായത് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ പ്രാവശ്യം ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നത്. ബാക്കി ഒരു റേഷൻ കാർഡിനും നീല കാർഡിനോ അല്ലെങ്കിൽ പിങ്ക് കാർഡിനോ അതുപോലെ തന്നെ വെള്ള കാർഡിനോ ഈ പ്രാവശ്യം ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനായാലും കിറ്റിൻ്റെ വിതരണം നാളെ മുതൽ അല്ലേ? ഇന്ന് തന്നെ വിതരണം നടക്കുകയാണ്. ഇന്നിപ്പോൾ തന്നെ ഈ ഒരു ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അർഹരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ നിങ്ങളുടെ നമ്പരൊക്കെ അനുസരിച്ച് പോയി ഈ ഒരു ഭക്ഷ്യക്കിറ്റ് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.